അല്ല അളിയ, വേദാന്ത് അളിയന് അമൂലിയോട് പ്രേമമാണെന്നുള്ള കാര്യം അവൻ എപ്പോ മനസ്സിലാവും? മനസ്സിലായിക്കോളൂന്നേ. എല്ലാം നടക്കും അളിയാ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ചേട്ടൻ ഇങ്ങനെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം ഈ അടുത്ത് തന്നെ കാണും, നോക്കിക്കോ. എന്തൊക്കെ പറഞ്ഞാലും വേദാന്തും അമൂലിയും നല്ല ജോഡികളാണ്. ഓർഡർ കൊടുത്താൽ പോലും ഇതുപോലൊരു ജോഡി കിട്ടില്ല. അമൂലിയുടെ റൗഡീസൊക്കെ വേദാന്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ചേട്ടൻ ആയിക്കൂടി റൗഡി കൊച്ചിന് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്തേലും ആവട്ടെ, നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്നല്ലേ കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഹലോ ബോസ്. ഇവനിതെന്തു പറ്റി? പാമ്പിന്റെ മടയില് പാമ്പുണ്ടെന്നുള്ള കാര്യം എന്തായാലും അറിയാൻ പറ്റില്ല. അതുപോലെ ആൾക്കാർക്ക് എപ്പോഴാ ഭ്രാന്ത് വരുന്നതെന്നും പറയാൻ പറ്റില്ല. ബോസ്, ബോസ്, ബാസ്, ബാസ്. അല്ല ബോസ്, ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റി? അമൂല്യ. അമൂല്യോ? മനസ്സിലായി, വിട്ടേക്ക്. എന്ത് മനസ്സിലായിന്ന്? നിങ്ങൾ കളഞ്ഞുപോയ ലോകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോ അവര് നിങ്ങളുടെ മുന്നിൽ ഇല്ലാന്ന് മനസ്സിലായി. അപ്പോ അമൂല്യ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്റെ അച്ഛൻ സത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് കരുതി മേഡം പോയിട്ട് 1 മിനിറ്റ് ആയി. വാട്ട്? അതെ ബോസ്, വാട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബോസ്. നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് അതെനിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മിസ്റ്റർ സുമേഷ്. ഞാൻ കേട്ടത് സത്യമാണോ? എന്റെ ബോസ്, അതും എന്റെ ബോസ് എന്റെ പേര് സുമേഷ് എന്ന് ഫീമെയിൽ പേരും കൂടെ ചേർത്ത് വിളിച്ചെന്നോ? ഇന്ന് എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായി. ഞാൻ ജനിച്ചതിനൊരു വിലയുണ്ടായി. ഞാൻ ഇത്രയും ഒച്ചത്തിൽ സംസാരിച്ചിട്ടും ഇവിടെ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കി. അതിഥി, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലാതെ ആരെങ്കിലും വെറുതെ കരയോ? അതും വെറുതെ ഇങ്ങനെ കരയുന്ന ഒരു പെണ്ണല്ലല്ലോ നിങ്ങൾ. എന്തായാലും പറയ്, കുഴപ്പമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? 1 മിനിറ്റ്, നിങ്ങളെന്തോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എന്തിനാ അങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ഇരിക്കേ. 1 മിനിറ്റ്,
എനിക്കങ്ങനെ തോന്നാൻ കാരണമുണ്ട്. ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസമായി. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. സന്തോഷമായിട്ടിരിക്കുന്നു, ഇടയ്ക്ക് പെട്ടെന്ന് വിഷമിക്കുന്നു, എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക, മൂടിയായിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, എപ്പോഴും ഫോണും കൊണ്ടാ നടക്കുന്നത്. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല, ഉറപ്പായിട്ടും എന്തോ പ്രശ്നമുണ്ട്. എന്താണെന്ന് പറയും. ഇതെന്ത് കഷ്ടമാ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഇത് ചോദിക്കാൻ നിങ്ങൾ എന്റെ ആരാ? ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നേ? നിങ്ങൾ എന്റെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നതാ. ഗസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എന്റെ കാര്യത്തിൽ വെറുതെ തലയിടണ്ട. നിങ്ങൾ എന്തോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അങ്ങനൊക്കെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് എന്തിനാ? അതിന്റെ ആവശ്യം എന്താന്നാ ചോദിച്ചേ? ഞാൻ ഇറങ്ങുക. താനിന്ന് നേരത്തെ എത്തിയോ ശ്രീവത്സ? സിറ്റ് ഓൺ, സിറ്റ് ഓൺ. സാറിനോടൊരു കാര്യം നേരത്തെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ, ഓർമ്മയുണ്ട്. കാര്യം എന്താന്ന് പറയൂ. എന്തെങ്കിലും സാലറി പ്രശ്നമാണോ? നിങ്ങൾ എന്നാലും എന്നെ സുമേഷേ, താൻ എന്തായി കാണിക്കുന്നേ? കുറച്ചു മുൻപേ എന്റെ മുഴുവൻ പേരും വിളിച്ചപ്പോ നമ്മുടെ ബോസ് ആളാകെ മാറി. ഇനി പുതിയൊരു മനുഷ്യനാണെന്നാ ഞാൻ കരുതിയേ. പക്ഷെ ഇങ്ങേര് ഈ ജന്മത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയൂ ശ്രീവത്സ. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ബോസ്. ഞാനൊരു അനാഥനാണെന്നുള്ള കാര്യം സാറിന് അറിയാലോ. ഞാനൊരു ഇൻട്രോവേർട്ടും കൂടിയാണ്. അധികം ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ല. ഓഫീസിൽ തന്നെ നിങ്ങളും ദൈവരും അല്ലാതെ ഫ്രണ്ട്സായിട്ട് എനിക്ക് വേറെ ആരുമില്ല ബോസ്. ഐ നോ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറയൂ. പവിത്രയുടെ വീട്ടിൽ എന്നെ പറ്റിയോ ഞങ്ങളുടെ സ്നേഹത്തെ പറ്റിയോ പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങളുടെ കല്യാണക്കാരി ഓൾറെഡി ഫിക്സ് ആയതല്ലേ ശ്രീവത്സ? അതിന് നിങ്ങളല്ലേ തീയിട്ടത്? അങ്ങനെ പറയല്ലേ സുമേഷ്. അതിന് ബോസിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഞാനാണ് ബോസിന്റെ വാക്ക് തെറ്റിദ്ധരിച്ച് തെറ്റായ തീരുമാനം എടുത്തത്. തനിക്ക് ആരുമില്ല എന്നുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യമൊക്കെ പവിത്രയുടെ വീട്ടിൽ അറിയില്ലേ? അന്ന് ആ കല്യാണം നടന്നത് തന്നെ അവരുടെ അച്ഛനും അമ്മയും ഇല്ലാതെയാണ് ബോസ്. വാട്ട്? താൻ എന്താ പറയുന്നേ? പവിത്ര സമയമൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞതാണ് ബോസ്. പക്ഷെ അവള് പേടിച്ചിട്ട് അവസാനം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കാം, പിന്നെ അവരോട് സമാധാനത്തില് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും നടുക്ക് നടന്ന ഈ കാര്യങ്ങള് അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലേ? ഇല്ല, അറിയില്ല. അയ്യോ, സമാധാനമായിട്ടിരിക്കും പവിത്രേ. നീ കരയല്ലേ. കരഞ്ഞോണ്ടിരുന്ന ഒരു പ്രോബ്ലം സോൾവ് ആവില്ല. ഇനി കരച്ചിൽ നിർത്തി മുന്നോട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ബ്ലാങ്ക് ആയതുപോലെ തോന്നുന്നു അമ്മു. അപ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് പറയാമെന്ന് ഞാൻ ശ്രീവത്സന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായത് അതൊരു വലിയ ചതിയായിരുന്നു. നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊരു വലിയ ചതിയായി പോയേനെ പവി. പക്ഷെ ഞങ്ങളിപ്പോൾ ശ്രീവത്സന് അച്ഛനും അമ്മയും ആരും ഇല്ലെന്ന് പറഞ്ഞ അവനൊരു അനാഥനാണെന്നും കൂടി അറിഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉറപ്പായി സമ്മതിക്കില്ല. അതൊക്കെ പിന്നത്തെ കാര്യല്ലേ പവി. ആദ്യം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞോ ഇല്ലയോ എന്ന് പറ. പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് അവന്റെ അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവരെ എവിടെ പോയി കൂട്ടിക്കൊണ്ടുവരാനാണ്? എല്ലാം ഇവിടെ വരെ എത്തിയ ശേഷമാണോ നീ എന്നെ കുറിച്ച് ഓർത്തത്? ഇതൊക്കെ ആദ്യം തന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? പറയണമെന്നൊക്കെ കരുതിയതായിരുന്നു അമ്മു. പക്ഷേ നിന്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയില്ലേ, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ഇപ്പൊ നീ ഒരുപാട് ലേറ്റ് ആയി പോയി പവി. സഡൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച എന്താ ചെയ്യാൻ പറ്റുക? സഡനായിട്ടല്ല,
ഈ കാര്യത്തെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ ശ്രീവത്സനുമായി ഡിസ്കസ് ചെയ്തിരുന്നു. വാടകയ്ക്കാണെങ്കിലും ഒരു അച്ഛനെ അമ്മയും വിളിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. എന്നിട്ട് പക്ഷേ അങ്ങനൊന്നും ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല അമ്മു. ശരി, ഇപ്പൊ നീ സമാധാനായിട്ടിരിക്കുക, കരച്ചിൽ നിർത്ത്. ആദ്യം ഒരു പ്രാവശ്യം നിന്റെ കല്യാണം നിന്നുപോയി. ഇനി ഒരു പ്രാവശ്യം അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പവി, നീ വിഷമിക്കണ്ട. ബോസ് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ആള് ഭയങ്കരനാണല്ലോ. എന്നാലും എപ്പോഴാ ബോസ് ഇവരെ ഹെൽപ്പ് ചെയ്തത്? അളിയ അങ്ങോട്ട് നോക്കി, എന്തോ മീറ്റിംഗ് നടക്കുന്ന പോലെ ഉണ്ടല്ലേ. ആ നിൽക്കുന്നത് ശ്രീവത്സൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. നിക്ക് കുഞ്ഞളിയ, എന്താ നടക്കുന്നത് നോക്കാം. അമൂല്യ, ഇവരുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ നോക്കാന്നാ പറഞ്ഞേ. നിങ്ങൾ സമാധാനായിട്ടിരിക്കും. ശ്രീവത്സൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ബോസ് ഇങ്ങനെ പറഞ്ഞത്? അതോ അമൂല്യ മേഡം ഇങ്ങനെ പറയുമെന്ന് മനസ്സിലാക്കി ബോസും ഇങ്ങനെ തന്നെ പറഞ്ഞതാണോ? എന്നാലും രണ്ടുപേർക്കും ഇങ്ങനെ ഒരുപോലെ എങ്ങനെ പറയാൻ സാധിച്ചു? അളിയ, ഇവർക്ക് ഈ നാട്ടിൽ നടക്കണ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പക്ഷെ ഇവരുടെ ഇടയിൽ എന്താ നടക്കണെന്ന് അവർക്ക് പോലും അറിയില്ല. മനസ്സിലാവേണ്ടത് നിന്റെ ചേട്ടനാണ് കുഞ്ഞളിയ. എന്റെ അനിയത്തി മനസ്സിലാക്കുകയും വേണ്ടതുപോലെ പെരുമാറുകയും ചെയ്തോളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ നല്ല വിശ്വാസമാണ്. ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അറിയാം. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നിങ്ങൾ നടത്തി തരണം. ഇല്ലെങ്കിൽ പവിക്ക് വളരെയധികം വിഷമാവും. വാ പവി. അന്ന് വിക്കി ബോസിനെയും ആരതിയെ ഒന്നിപ്പിക്കാൻ പോയിട്ട് ഇവരൊരുപാട് അടുത്തതാ. ഇനിയിപ്പോ ഈ വിവാഹം കഴിക്കുമ്പോഴേക്കും ഇവര് ശരിക്കും ലോക്കായി പോവും. ഹലോ. അതിഥി, മൈ ഡാർലിംഗ്. ഏയ്, ആരാടാ നീ? അത് നീയല്ലേ പറയേണ്ടത് പൊന്നെ. എന്നോട് ചോദിക്കുന്നത് എന്തിനാ? എനിക്കറിയാമെങ്കിൽ ഞാനത് നിന്നോട് ചോദിക്കോ? എന്തിനാ എപ്പോഴും എന്നെ ഫോൺ വിളിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടേ?
എല്ലാം പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാനാ? എനിക്ക് എന്തോ പോലെ തോന്നുക. ഏയ് എനിക്ക് എന്താ വേണ്ടെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാലോ. ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നതും ഏത് സമയത്തും ഫോൺ ചെയ്യുന്നതുമെല്ലാം എന്തിനാണെന്ന് നിനക്ക് അറിയില്ല മോളെ. നിന്റെ നാവടക്കി വെക്ക്. പൊന്നെ മുത്തേന്നൊന്നും വിളിച്ചു പോരുത്. അന്ന് എങ്ങനെയാണോ വിളിച്ചത് ഇപ്പോഴും അത് തന്നെ വിളിക്കും. നിന്നെ എനിക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു മോളെ. വായി തോന്നുന്നത് പറയരുത്. നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നീ ആരാണെന്ന് നല്ലതുപോലെ അറിയാം, വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ആരെങ്കിലും ഒരാൾ എന്റെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. ഏയ് ഞാനൊന്ന് സംസാരിക്കട്ടെ, നിക്ക്. ഒരു വർഷമായിട്ട് ഞാൻ നിന്റെ പുറകെ നടക്കുക. എങ്ങനെയൊന്നൊരു നമ്പർ ഒപ്പിച്ചു, കോൾ ചെയ്തൊന്ന് കാണാന്ന് വെച്ചാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാണല്ലോ. നിന്നെ പോലുള്ള അപരിചിതരോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇവിടുന്ന് പോവാ. അയ്യോ അങ്ങനെ പോവല്ലേ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ആ രോഹിത്തിന് നീ ലവ് ലെറ്റർ കൊടുത്തില്ലേ? ഇപ്പൊ എന്നോട് സംസാരിക്കാൻ മാത്രം എന്താ ഇത്ര അധികം നാണിക്കാനുള്ളത്? ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഞാൻ നിന്നെ എത്ര സിൻസിയർ ആയിട്ടാ പ്രേമിക്കുന്നതെന്ന്? എന്റെ വീട്ടിലെ രോഹിത്തിന്റെ കാര്യം ഒന്നും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞ എന്റെ വീട്ടുകാർ ഒരുപാട് വിഷമിക്കും. വീട്ടുകാരെയല്ല ഇത്ര അധികം പേടിയുള്ള നീ എന്തിനാ പിന്നെ ലെറ്റർ എഴുതാൻ പോയത്? നോക്ക്, അന്ന് അതൊരു പൊട്ട ബുദ്ധിയിൽ ചെയ്തതാ. അവനെ ഇഷ്ടമായിരുന്നു, അത്ര തന്നെ. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതാ. നീ ഇതൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും നിക്കണ്ട. ഛെ, 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 ഛെ. നീ എന്നെ അത്രയും ചീപ്പായിട്ടാണോ കാണുന്നത്? എന്റെ ചക്കരമുത്തിനെ വേദനിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുമോ മോളെ? ഛെ, 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 ഛെ. ഒരു ചാൻസും ഇല്ല. പിന്നെ എന്തിനാ എന്നെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നേ? പ്രേമമാണ് ബേബി, എനിക്ക് നിന്നോട് പ്രേമോ. അതെപ്പോഴാ തുടങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമം മോളെ. എനിക്ക് നിന്നെ പറ്റിയും നിന്റെ ഫാമിലിയെ പറ്റിയും എല്ലാം അറിയാം. നീ എന്നെയും പ്രേമിക്കണം. നിന്നെ ഞാൻ എന്റെ റാണിയെ പോലെ കൊണ്ടു നടന്നോളാം. ലൈഫിൽ ഇങ്ങനെ ഒരു ഓഫർ നിനക്ക് കിട്ടില്ല. പ്ലീസ് ഇല്ലാന്ന് പറയരുത് മോളെ. നീ സംസാരിക്കട്ടെന്ന് കരുതി മിണ്ടാതിരുന്നപ്പോ വായി തോന്നിയൊക്കെ പറയുവാണോ? നാണമില്ലേ നിനക്ക്? പ്രണയത്തിൽ എന്തിനാ മോളെ നാണിക്കുന്നേ? അന്ന് നിനക്ക് രോഹിത്തിനോട് പ്രേമം തോന്നിയില്ലേ? ഇന്നെനിക്ക് നിന്നോട് അങ്ങനെ തന്നെ തോന്നുന്നു.